എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിരുന്നു പഠിച്ചത്. അതായത് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ്, നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, എൻട്രോപ്പിയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എൻട്രോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതൊക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തി വെച്ച കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുകയാണ്. ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് ഡെൽറ്റ എസ് യൂണിവേഴ്സ് is equal to delta S system plus delta S surrounding, which is equal to 0. Reversible process in delta S universe is equal to 0. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. Then for an irreversible process, delta S universe is equal to delta S system plus delta S surroundings, which is greater than 0. For irreversible process അല്ലെങ്കിൽ natural process അല്ലെങ്കിൽ spontaneous process, delta S will be greater than 0. ഓക്കെ, ഇത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയാൻ പോകുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് ഒരുപാട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതാണ് ഇവിടെയൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ എ റിവേഴ്സിബിൾ പ്രോസസ് വെറാസ് it increases in an irreversible process. For reversible process, delta change in entropy 0 ആണെങ്കിൽ entropy എന്ന് പറയുന്ന ഫാക്ടർ കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് അർത്ഥം. അതിൻ്റെ ചേഞ്ച് എടുക്കുമ്പോൾ നമുക്ക് 0 ആയിട്ട് വരും. Then for an irreversible process, entropy എപ്പോഴും greater than 0 ആണ്. അതായത് it increases in an irreversible process. This is one സ്റ്റേറ്റ്മെൻറ്റ്. ആൻഡ് അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ വ്യത്യസ്ത രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. ഫോർ എ റിവേഴ്സിബിൾ പ്രോസസ് ദ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് ഇസ് 0. എൻട്രോപ്പി ചേഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. എൻട്രോപ്പി ചേഞ്ച് ഇസ് 0. ഫോർ ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ഇറ്റ് ഈസ് പോസിറ്റീവ്, ഗ്രേറ്റർ ദാൻ 0. ഇറ്റ് ഈസ് പോസിറ്റീവ്. ദെൻ വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ ദ കോഴ്സ് ഓഫ് എവറി സ്പോണ്ടേനിയസ് ചേഞ്ച്, എല്ലാ സ്പോണ്ടേനിയസ് ചേഞ്ച് നടക്കുമ്പോഴും എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇറിവേഴ്സിബിൾ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ദെൻ ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇസ് ഇൻക്രീസിങ് കണ്ടിന്യൂസ്ലി. ഓക്കെ, ഇതും ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. 4 വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും പറയുന്നത് ഈ ഇക്വേഷൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ഡെൽറ്റ എസ് യൂണിവേഴ്സ് ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അതല്ലെങ്കിൽ എന്താണ്, ആ ചേഞ്ച് നടക്കുമ്പോൾ എൻട്രോപ്പി കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ലോ ആൻഡ് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എൻട്രോപ്പി. എൻട്രോപ്പിയും സെക്കൻഡ് ലോവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾസ് പറയുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ, എ ഗ്യാസ് എക്സ്പാൻഡ്സ് സ്പോണ്ടേനിയസ്ലി ഇൻ ടു എ റീജിയൻ ഓഫ് ലോ പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഇവിടെ ഈ 2 കണ്ടെയ്നർ നോക്കുക. ഈ 2 കണ്ടെയ്നറിൽ കുറച്ചധികം കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. കംപ്രസ് ചെയ്ത് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈ പ്രഷറാണ്. ഈ ഹൈ പ്രഷറിലുള്ള ഗ്യാസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുക. അത് ലോ പ്രഷറിലേക്ക്, അതായത് കുറച്ചുകൂടെ വോളിയം കൂട്ടുമ്പോൾ നമുക്കറിയാം പ്രഷർ കുറയും. ഇവിടെ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുമ്പോൾ ഇവിടെ സ്ട്രെയിൻഡ് ആയിട്ടിരുന്ന മോളിക്യൂൾസ് എല്ലാം ഇവിടെ കുറച്ചുകൂടെ ഫ്രീ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ മൊബിലിറ്റി കൂടുമ്പം അത് ഡിസോർഡർ ആവും. എൻട്രോപ്പി എന്താവും, ഇൻക്രീസ് ചെയ്യും. ഗ്യാസ് ഒരു ഹൈ പ്രഷറിന്ന് ലോ പ്രഷർ റീജിയണിലേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, സ്പോണ്ടേനിയസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അത് സ്പോണ്ടേനിയസ് ആയിരിക്കും അല്ലേ. ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്കുള്ള മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരില്ല. അത് സ്പോണ്ടേനിയസ് ആണ്, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ എന്താണ് നടക്കുന്നത്, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസോർഡർ കൂടും.
ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. ഡിസോർഡർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടും. ഓക്കെ, ദെൻ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷുഗർ ഓർ NaCl dissolves spontaneously in water whereby the constituent particles gain greater freedom and disorder. സോ ഒരു സ്പൂണിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബീക്കറിൽ കുറച്ച് വെള്ളമുണ്ട്, അതിലേക്ക് കുറച്ച് ഷുഗർ അല്ലെങ്കിൽ സോൾട്ടോ ആഡ് ചെയ്യണം. സോ ഇവിടെ ഷുഗർ മോളിക്യൂൾസ് ആദ്യം സോളിഡ് ആയിട്ടാണ്. സോളിഡ് ആകുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്. അതിനെ നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുമ്പം അത് ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്യുമ്പോൾ ഷുഗർ മോളിക്യൂൾസ് അല്ലെങ്കിൽ സാൾട്ട് മോളിക്യൂൾസ് കൂടുതൽ അതിന് വോളിയം കിട്ടി, അല്ലെങ്കിൽ കൂടുതൽ മൂവ്മെൻറ്റിനുള്ള ഓപ്ഷൻ കിട്ടി. അങ്ങനെ ആകുമ്പം അത് കുറച്ചുകൂടെ ഡിസ്പേഴ്സ് ചെയ്ത് നിൽക്കും, അല്ലേ, കുറച്ചുകൂടെ ഡിസോൾവ് ആയിട്ട് നിന്നു. സോ ഡിസോൾവ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഫ്രീഡം കിട്ടുകയാണ്, അത് ഡിസോർഡർ ആവും. ഡിസോർഡർ ആകുമ്പം എന്തായി, എൻട്രോപ്പി കൂടും. സോ ഈ സെക്കൻഡ് ലോ എൻട്രോപ്പിയും തമ്മിലുള്ള ബന്ധം ഇതാണ്. അതായത് സ്പോണ്ടേനിയസ് ചേഞ്ച് നടക്കുന്ന ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഡിസോർഡർനെസ് കൂടും അല്ലെങ്കിൽ എൻട്രോപ്പി കൂടും. സോ സ്പോണ്ടേനിയസ് ചേഞ്ച് നടക്കുമ്പോൾ, അതായത് ഒരു ഹൈ പ്രഷറിൽ നിന്നൊരു ലോ പ്രഷറിലേക്ക് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴൊക്കെ എന്താണ്, ഡിസോർഡർനെസ് ഇൻക്രീസ് ചെയ്യുന്നു, മോളിക്യൂൾസിൻ്റെ ഡിസോർഡർനെസ് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അത് തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റും. ഓക്കെ, ദെൻ എൻട്രോപ്പി ക്രൈറ്റീരിയൻ ഫോർ ഇക്വിലിബ്രിയം കണ്ടീഷൻസിൽ നമുക്ക് എൻട്രോപ്പിയെ എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, so all real process like mixing of gases, heat transfer from hot body to cold bodies etc. are irreversible. നമുക്കറിയാം, ഗ്യാസ് മിക്സ് ചെയ്ത ഗ്യാസസ് തിരിച്ച് പഴയ പോലെ ആവുമോ? ഇല്ല. ഓക്കെ, സോ മിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വൺ ഡയറക്ഷൻ ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് നമ്മൾ പ്രത്യേക കണ്ടീഷൻസോ അല്ലെങ്കിൽ പല അപ്ലിക്കേഷൻസ്, പല കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യാതെ അതൊരിക്കലും റിവേഴ്സ് ഡയറക്ഷനിൽ വരില്ല. നാച്ചുറലായിട്ട് അതിനൊരൊറ്റ ഡയറക്ഷനേ ഉള്ളൂ. അങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് ആക്ച്വലി. ഹീറ്റ് ട്രാൻസ്ഫർ, ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കോൾഡിൽ നിന്ന് തിരിച്ച് ഹോട്ടിലേക്ക് ഒരിക്കലും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല നാച്ചുറലി. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രോസസ്സിൽ എൻട്രോപ്പി എന്താവുന്നത്, എൻട്രോപ്പി ഇൻക്രീസസ്, എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്. ആൻഡ് ഏതുവരെ ഇൻക്രീസ് ചെയ്യും? അതായത് ഹോട്ടിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കല്ല, അതിനൊരു സ്റ്റേജ് ഉണ്ട്, അതുവരെ അത് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ആ സ്റ്റേജ് എന്തായിരിക്കും? ആ സ്റ്റേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എന്തായിരിക്കും? അതിൻ്റെ എൻട്രോപ്പിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും. അതിനുശേഷം എൻട്രോപ്പി കൂടില്ല. അതായത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ സ്റ്റേജിൽ എൻട്രോപ്പി മാക്സിമം ആയിരിക്കും. ആ മാക്സിമം വാല്യൂ ഓഫ് എൻട്രോപ്പി ഉള്ള സ്റ്റേറ്റിനാണ് നമ്മൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, ദിസ് സ്റ്റേറ്റ് ഓഫ് മാക്സിമം എൻട്രോപ്പി ഈസ് കോൾഡ് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഏത് സ്റ്റേറ്റ്? During this process, entropy of the system increases and reaches its maximum value. So, ഒരിക്കൽ എക്വിലിബ്രിയം റീച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലേ ഹോട്ട് ബോഡിയിൽ നിന്ന് കോൾഡ് ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. സോ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. ഓക്കെ, സോ delta S is equal to delta S system plus delta S surroundings is equal to 0. ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ദെൻ എൻട്രോപ്പി കൺസിഡറേഷൻസ് ഫോർ ദ സിസ്റ്റം എലോൺ. ഇവിടെ നമ്മൾ യൂണിവേഴ്സ് അല്ല കരുതുന്നത്, യൂണിവേഴ്സ് നമ്മുടെ സിസ്റ്റത്തിന് മാത്രമാണ് ഇവിടെ പറയുന്നത്. എൻട്രോപ്പി കൺസിഡറേഷൻസ് ഫോർ ദ സിസ്റ്റം എലോൺ. സോ ആദ്യം നമ്മൾ റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചും രണ്ടാമത് നമ്മൾ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചുമാണ് സിസ്റ്റത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ആദ്യത്തെ കേസ് നോക്കാം. കൺസിഡർ ദ സിസ്റ്റം അണ്ടർഗോസ് ആൻ ഇൻഫിനിറ്റിസിമലി സ്മോൾ റിവേഴ്സിബിൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അറ്റ് എ ടെമ്പറേച്ചർ T Kelvin and du and dv are the corresponding infinitesimal small changes in internal energy and volume. Then the entropy change can be given as
TDS ഈക്വൽ ടു DU പ്ലസ് PdV. സോ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു സിസ്റ്റത്തിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ സിസ്റ്റത്തിൽ ഒരു വളരെ ചെറിയ എമൗണ്ട് റിവേഴ്സിബിൾ ചേഞ്ച് നടക്കുകയാണ് അറ്റ് എ ടെമ്പറേച്ചർ T Kelvin. അങ്ങനെയുള്ളൊരു ചേഞ്ച് നടക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജിക്കും വോളിയത്തിനും ചേഞ്ച് വരും. ആ ഇൻറ്റേർണൽ എനർജിയുടെ ചേഞ്ച് ലെറ്റ് ഇറ്റ് ബി DU ആൻഡ് വോളിയത്തിൻ്റെ ചേഞ്ച് DV ആണ്. അങ്ങനെയാവുമ്പോൾ ആ ഒരു ചേഞ്ചിൻ്റെ ഫലമായിട്ട് നടക്കുന്ന എൻട്രോപ്പിയുടെ വാല്യൂ DU ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ DUവിൻ്റെ അതിൽ നിന്ന് വരുന്ന നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഇവിടെ റിവേഴ്സിബിൾ ചേഞ്ച് ആണ്. സോ സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം എൻട്രോപ്പി ഈസ് ഈക്വൽ ടു S ഇസ് ഈക്വൽ ടു Q റിവേഴ്സിബിൾ ബൈ T എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ എൻട്രോപ്പിയുടെ കേസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എൻട്രോപ്പിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എൻട്രോപ്പി ഈസ് ഈക്വൽ ടു S ഇസ് ഈക്വൽ ടു Q റിവേഴ്സിബിൾ ബൈ T. ഓക്കെ, അത് ഓർമ്മയില്ലാത്ത ആൾക്കാരെ ആ എൻട്രോപ്പി പഠിപ്പിച്ച ആ വീഡിയോൻ്റെ ഭാഗം ഒന്ന് നോക്കാം. സോ S ഇസ് ഈക്വൽ ടു Q റിവേഴ്സിബിൾ ബൈ T ആണെങ്കിൽ DS എന്ന് പറയുന്നത് DQ റിവേഴ്സിബിൾ ബൈ T. അങ്ങനെയാണെങ്കിൽ DQ റിവേഴ്സിബിൾ ഈക്വൽ ടു TDS. ഇതെവിടെയാണ്? സെക്കൻഡ് ലോൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എൻട്രോപ്പി എടുത്തത്. ഓക്കെ, സോ സെക്കൻഡ് ലോ പ്രകാരം DQ റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു TDS. ക്ലിയർ? ദെൻ ഫസ്റ്റ് ലോ പ്രകാരം നമുക്കറിയാം DU ഇസ് ഈക്വൽ ടു ഹീറ്റ് പ്ലസ് വർക്കാണ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു U ഇസ് ഈക്വൽ ടു Q പ്ലസ് W എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ സ്മോൾ ചേഞ്ച് ആയതുകൊണ്ട് DU ഇസ് ഈക്വൽ ടു DQ റിവേഴ്സിബിൾ പ്ലസ് DW. DW എന്ന് പറയുന്നത് എന്താണ്? PdV അല്ലേ? പ്രഷർ ഇൻറ്റു വോളിയം, പ്രഷർ വോളിയം ചേഞ്ച് ആണിത്. ഓക്കെ, സോ ഇവിടെ ഈ DQ റിവേഴ്സിബിളിനെ ഞാൻ ഈക്വൽ ടു ആക്കിയിട്ട് ഇതിനെ DWനെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ്. സോ DQ റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു DU മൈനസ് DW. ഓക്കെ, സോ ഇവിടെ പ്രഷർ വോളിയം W എന്ന് പറയുന്നത് എന്താണ്? വർക്ക് എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ വോളിയം ചേഞ്ച് ആണ്. സോ മൈനസ് PdV ആണ് അതിൻ്റെ വാല്യൂ. സോ DQ റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു DU മൈനസ് PdV അല്ലെങ്കിൽ DU പ്ലസ് PdV. ഓക്കെ, സോ DQ റിവേഴ്സിബിൾ സെക്കൻഡ് ലോൻ്റെ പ്രകാരമായിട്ട് TDSും DQ റിവേഴ്സിബിൾ ഫസ്റ്റ് ലോ പ്രകാരം DU പ്ലസ് PdV. സോ ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? അതായത് രണ്ടും DQ റിവേഴ്സിബിൾ ആണ്. സോ TDS ഈക്വൽ ടു DU പ്ലസ് PdV. അതാണ് നമ്മളിവിടെ എഴുതിയത്. സോ ഇതുവരെ നമ്മൾ ഒരു സിസ്റ്റത്തിൽ നടക്കുന്ന റിവേഴ്സിബിൾ ചേഞ്ചിനെ പറ്റിയാണ് പറഞ്ഞത്. അടുത്തത് ആ സിസ്റ്റത്തിൽ നടക്കുന്ന ഇറിവേഴ്സിബിൾ ചേഞ്ചിനെ പറ്റി നോക്കാം. സോ നമ്മൾ എൻട്രോപ്പി പറഞ്ഞപ്പോൾ എൻട്രോപ്പിയിൽ തന്നെ എൻട്രോപ്പി ഫോർ റിവേഴ്സിബിൾ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്, എൻട്രോപ്പി ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ലാത്ത ആൾക്കാർ ആ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിക്കുക ഭാഗം. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ഹീറ്റ് അബ്സോർബ്ഡ് ആവുന്നതും റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇറിവേഴ്സിബിൾ ചേഞ്ചിൽ ഹീറ്റ് അബ്സോർബ്ഡ് അതായത് DQ ഇറിവേഴ്സിബിൾ വിൽ ബി ലെസ് ദാൻ DQ റിവേഴ്സിബിൾ. റിവേഴ്സിബിളിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിനെക്കാട്ടും കുറവായിരിക്കും ഇറിവേഴ്സിബിളിൽ നടക്കുക. കാരണം നമ്മൾ ഓൾറെഡി റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് ഒബ്റ്റെയിൻഡ് എവിടെയായിരിക്കും മാക്സിമം ഉണ്ടാവുക? റിവേഴ്സിബിൾ പ്രോസസ്സിലായിരിക്കും. വർക്ക് ഒബ്റ്റെയിൻഡ് മിനിമം എവിടെയായിരിക്കും ഉണ്ടാവുക? ഇറിവേഴ്സിബിൾ പ്രോസസ്സിലായിരിക്കും. അതേപോലെ ഹീറ്റ് അബ്സോർബ്ഡ് കൂടുതൽ എവിടെയായിരിക്കും? റിവേഴ്സിബിൾ ആയിരിക്കും കൂടുതൽ, ഇറിവേഴ്സിബിൾ കുറവായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ ഇക്വേഷൻ റിവേഴ്സിബിളിൻ്റെ ഇക്വേഷനാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ റിവേഴ്സിബിളിന് നമ്മൾ TDS അതായത് ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്തത് ഏത് വെച്ചിട്ടാണ്? DQ റിവേഴ്സിബിൾ വെച്ചിട്ടാണ്. DQ റിവേഴ്സിബിൾ ഈക്വൽ ടു ആണ് നമ്മൾ ഇത് രണ്ടും എഴുതിയത്, TDS എഴുതിയത്, ഇതും എഴുതിയത്. സോ DQ റിവേഴ്സിബിൾ ഏതിന് ഇവിടെ കൂടുതലായിരിക്കും അല്ലേ? DQ റിവേഴ്സിബിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ DQ ഇറിവേഴ്സിബിൾ. DQ റിവേഴ്സിബിൾ വിൽ ബി ഗ്രേറ്റർ ദാൻ DQ ഇറിവേഴ്സിബിൾ. അങ്ങനെയാവുമ്പോൾ നമ്മളുടെ ഈ TDS ഫാക്ടർ വിൽ ബി ഗ്രേറ്റർ ദാൻ DU പ്ലസ് PdV. ഓക്കെ, സോ ഇറിവേഴ്സിബിൾ ചേഞ്ചിന്
TDS will be greater than DU plus PdV. ഓക്കെ, സോ നമ്മൾ ഈ ഇറിവേഴ്സിബിൾ ചേഞ്ചിനെയും റിവേഴ്സിബിൾ ചേഞ്ചിനെയും കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ TDS will be greater than or equal to DU plus PdV. സോ ഗ്രേറ്റർ ദാൻ എപ്പോഴാണ് വരിക? ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ. ഈക്വൽ ടു എപ്പോഴാണ് വരിക? റിവേഴ്സിബിൾ പ്രോസസ്സിൽ. ഓക്കെ, സോ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. TDS will be greater than or equal to DU plus PdV. ഓക്കെ, സോ നമുക്കറിയാം ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി ഫാക്ടർ കൂടി വരികയായിരിക്കും ചെയ്യുക, അല്ലേ? ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ എൻട്രോപ്പി ഫാക്ടർ കൂടി വരികയാണ് ചെയ്യുക. ദെൻ ഈ ഇക്വേഷനിൽ നമ്മൾ അടുത്തത് അറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റേർണൽ എനർജി ആൻഡ് വോളിയം. ഇവിടെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ചേഞ്ച് ഇൻ വോളിയം ആണ് പറഞ്ഞിട്ടുള്ളത്. സപ്പോസ് ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, DU ആൻഡ് V കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ DU ആൻഡ് DV എന്ന് പറയുന്ന ഫാക്ടർ 0 ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആണെങ്കിൽ. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എഴുതാം DS at constant internal energy and volume will be greater than or equal to 0. ഓക്കെ, സോ ഇവിടെ ഒരു ഇൻഫിനിറ്റസിമലി സ്മോൾ ചേഞ്ച് ആയതുകൊണ്ടാണ് DS എന്ന് എടുത്തത്. ഫോർ എ ഫൈനൈറ്റ് ചേഞ്ച് നമുക്ക് ഇവിടെ ഇതിനെ DSനെ മാറ്റി S എന്ന് എഴുതാം. സോ ഡെൽറ്റ S at constant internal energy and volume will be greater than or equal to 0. ഓക്കെ, സോ ഗ്രേറ്റർ ദാൻ എപ്പോഴാണ് വരിക? ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ. ഈക്വൽ ടു എപ്പോഴാണ് വരിക? റിവേഴ്സിബിൾ പ്രോസസ്സിൽ. ഓക്കെ, ദെൻ phase changes, entropies of fusion, entropies of vaporization and sublimation. സോ ഫേസ് ചേഞ്ച് നടക്കുക, സോളിഡ് ടു ലിക്വിഡ്, ലിക്വിഡ് ടു ഗ്യാഷ്യസ് ആൻഡ് സോളിഡ് ടു ഗ്യാഷ്യസ്. അങ്ങനെ ഫേസ് ചേഞ്ച് നടക്കുമ്പോൾ നമുക്ക് എൻട്രോപ്പി കാണാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ലെറ്റ് us കൺസിഡർ എ ഫേസ് ചേഞ്ച് occurs reversibly at constant temperature and pressure. Then Q reversible may be considered as the enthalpy for the particular transition. എന്തുകൊണ്ടാണ്? എൻതാൽപ്പിക്ക് നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹീറ്റ് ചേഞ്ച് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ട്, QP എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇൻറ്റേർണൽ എനർജി എന്നും പറഞ്ഞിട്ടുണ്ട്, മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് ഫേസ് ചേഞ്ചിൽ നടക്കുന്ന ഈ ഹീറ്റ് ചേഞ്ച് Q റിവേഴ്സിബിൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറാണ്. സോ Q റിവേഴ്സിബിൾ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈസ് നത്തിങ് ബട്ട് എൻതാൽപ്പി. സോ നമ്മൾ ഇവിടെ Q റിവേഴ്സിബിളിനെ നമ്മൾ എൻതാൽപ്പി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അവിടെ ആ ഫേസ് ചേഞ്ച് നടക്കുമ്പോഴുള്ള എൻട്രോപ്പി ഡെൽറ്റ ട്രാൻസ് എൻട്രോപ്പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ട്രാൻസ് എൻതാൽപ്പി ഡിവൈഡഡ് ബൈ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇവിടെ ഏത് ട്രാൻസിഷനാണ് നടക്കുന്നത് അതിനനുസരിച്ച് ഇവിടെ നമ്മൾ മാറ്റം വരുത്തും അടുത്തടുത്ത ഇക്വേഷനിൽ. സോ ഇതാണ് ജനറൽ ഇക്വേഷൻ. ഈ ജനറൽ ഇക്വേഷനിൽ നമ്മൾ ഇനി ഫ്യൂഷൻ ആണോ നടക്കുന്നത്, വേപ്പറൈസേഷൻ ആണോ നടക്കുന്നത്, അല്ലെങ്കിൽ സബ്ലിമേഷൻ ആണോ നടക്കുന്നത്, ഏത് ഫേസ് ചേഞ്ച് ആണോ നടക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ഇക്വേഷനിൽ മാറ്റം വരും. ഓക്കെ, സോ എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ട്രാൻസ് ഒക്കെ മാറ്റി ഇവിടെ ഫ്യൂഷനായി. ഓക്കെ, സോ ഡെൽറ്റ ഫ്യൂഷൻ ഓഫ് S is equal to entropy change accompanying the conversion of 1 mole of the solid substance into its liquid form at its melting point. നമുക്കറിയാം ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഫേസിൽ നിന്ന് ലിക്വിഡ് ആയിട്ടുള്ള ഫേസിലേക്ക് മാറുകയാണ്. എപ്പോഴാണത് മാറുക? മെൽറ്റിംഗ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലിക്വിഡായി, മെൽറ്റ് ചെയ്തു. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ ഇതിൽ ഈ ട്രാൻസിഷൻ അവിടെ ഫ്യൂഷനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻട്രോപ്പി ഓഫ് ഫ്യൂഷൻ കാണാനുള്ള ഇക്വേഷനായി. സോ ഡെൽറ്റ ഫ്യൂഷൻ S ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഫ്യൂഷൻ H ഡിവൈഡഡ് ബൈ TF. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് ആണ്, അതുകൊണ്ടാണ് TF എന്ന് ഉപയോഗിക്കുന്നത്. ദെൻ എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷനിൽ entropy change accompanying the conversion of 1 mole of the liquid substance into its vapor form at its boiling point. So vaporization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലിക്വിഡ്
വേപ്പറായിട്ട് മാറുക, ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുക. എപ്പോഴാണ് ആ കൺവേർഷൻ ടെമ്പറേച്ചർ എവിടെയാണ്? ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് കഴിഞ്ഞിട്ടാണ് അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുക. ഓക്കെ, സോ ഡെൽറ്റ വേപ്പറൈസേഷൻ എസ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വേപ്പറൈസേഷൻ എച്ച് എൻതാൽപ്പി ഡിവൈഡഡ് ബൈ ടി ബി. വേർ ടി ബി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ടെമ്പറേച്ചർ. ഇവിടെ ബോയിലിംഗ് പോയിന്റ് ആണ് ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ദെൻ എൻട്രോപ്പി ഓഫ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് ടു ഗ്യാസ് കൺവേർഷൻ ആണ്. Okay, so entropy change accompanying the conversion of 1 mole of the solid substance into its vapor form at its sublimation point. So delta sublimation S is equal to delta sublimation H divided by TS. അവിടെ sublimation point ആണ് ഇവിടെ ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത തെർമോഡൈനാമിക് ടേമിലേക്ക് കടക്കുകയാണ്. അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലുള്ള അവസാനത്തെ ഒരു പോർഷൻ. സോ അടുത്തൊരു വീഡിയോയോട് കൂടി നമ്മൾ തെർമോഡൈനാമിക്സ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ.